ചങ്ങനാശ്ശേരി പള്ളിയറയ്ക്കൽ ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രത്തിലെ ആദ്യം പ്രതിഷ്ഠ നടന്നത് 1991-ലാണ്. അതിനുശേഷം ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രം ചങ്ങനാശ്ശേരി പ്രദേശത്തിൻ്റെ സർവൈശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഭക്തരെ അനുഗ്രഹിക്കുവാനും ദുഷ്ടരെ നിഗ്രഹിക്കുവാനുള്ള ശക്തി പ്രാപിച്ചുകൊണ്ട് ഉത്തരോത്തരം ചൈതന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തി സ്ഥിരാകേന്ദ്രമായി പ്രവർത്തിച്ചു വരികയാണ്. അതിനുശേഷം 2003 നവീകരണ കലശം നടന്നു. അതിപ്പോൾ കഴിഞ്ഞ് 12 കൊല്ലം കഴിഞ്ഞ് 2014 നവീകരണ കലശം കഴിഞ്ഞു. ഇപ്പോഴിതാ 2026 മാർച്ച് മാസം 25 മുതൽ ഏപ്രിൽ മാസം 2-ാം തീയതി വരെ അതിവിപുലമായ താന്ത്രിക കർമ്മങ്ങളോടുകൂടി നവീകരണ കലശം നടക്കുകയാണ്. നവീകരണ കലശത്തിന് മുന്നോടിയായി എല്ലാ ക്ഷേത്രത്തിൻ്റെയും വാതിൽക്കട്ടിലെയും വാതിലും സോപാനവും പിച്ചള പൊതിയുന്ന കാര്യങ്ങളും വലിയ വലിക്കൽ മാറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ഈ കലശത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ ഭംഗിയായി നടന്നു വരുന്നുണ്ട്. നവീകരണ കലശത്തോട് ഒരു മഹാക്ഷേത്രം എന്ന പദവിയിലേക്ക് വരിക ഇനി കൊടിമരം കൂടിയേ വേണ്ടു. അപ്പം ഇത് അടുത്ത് തന്നെ കൊടിമര പ്രതിഷ്ഠയും നടത്തി ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്ര പദവിയിലേക്ക് ഉയർത്താനുള്ള എല്ലാ വിധ സാഹചര്യങ്ങളും ഒത്തുവരികയാണ്. ഇപ്പോൾ നവീകരണ കലശത്തോടുകൂടി തന്നെ വളരെയധികം ജനങ്ങൾക്കിടയിൽ വളരെയധികം ഭക്തിയും ക്ഷേത്രത്തിൽ ധാരാളം ഭക്തജനങ്ങൾ ഒഴുകി വരികയും ചെയ്യുന്നുണ്ട്. ധ്വജപ്രതിഷ്ഠയോടൊരു മഹാക്ഷേത്രം എന്ന പദവിയിലേക്ക് ഉയരാൻ പോവുകയാണ്. ഇനി ക്ഷേത്രത്തിൽ ഏറ്റവും അടുത്ത് വേണ്ടതായിട്ട് നടപ്പുര നിർമ്മാണമാണ്. അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ കുറ്റിയടിക്കൽ കർമ്മം നടന്നു കഴിഞ്ഞു. ഇനി അതിൻ്റെ കർമ്മം നവീകരണ കലശം കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പ്രവൃത്തിയിലേക്ക് കടക്കുമെന്നാണ് ഇതിൻ്റെ ഭാരവാഹികൾ പറഞ്ഞത്. നവീകരണ കലശത്തിന് നാളെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ നടക്കുകയാണ്. പ്രതിഷ്ഠ കഴിഞ്ഞ് 3 ദിവസത്തേക്ക് ക്ഷേത്രം നട അടയ്ക്കും. ഈ വേളയിൽ ക്ഷേത്രത്തിലെ പരിവാര പ്രതിഷ്ഠകളും വലിയ വലിക്കൽ പ്രതിഷ്ഠകളും ഉപദേവന്മാരുടെ കലശങ്ങളെല്ലാം നടക്കും. 4-ാം ദിവസം രാവിലെ 5 മണിക്ക് നട തുറന്ന് ദേവനെ കണി കാണിച്ച് ഹോമകലശാഭിഷേകവും ദ്രവ്യകലശാഭിഷേകവും തത്വകലശാഭിഷേകവും നടത്തി ശ്രീഭൂതപുരിയോടുകൂടി നവീകരണ കലശം അവസാനിക്കുകയാണ്. അന്ന് വൈകുന്നേരം തന്നെ വാർഷികമായി നടത്തുന്ന ക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറും. ധാരാളം ആളുകൾ ഇവിടെ ക്ഷേത്രത്തിന് ഒഴുകി വരാറുണ്ട്. എല്ലാ ദിവസവും മഹാ അന്നദാനം നടക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അതാണ്. ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവർക്കും 2 നേരവും ഭക്ഷണം കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. അത് വളരെയധികം ദേവചൈതന്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കാൻ തന്ത്രസംഹിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് 5 സംഗതികളാണ്. ആചാര്യ തപസ ആംനായ ജവേന നിയമേന തത് ഉത്സവാദ്യ അന്നദാനേന. ആചാര്യൻ്റെ തപസ്, തന്ത്രിയുടെ നിരന്തരമായിട്ടുള്ള പൂജ, ആംനജപം, വേദജപം, ക്ഷേത്രത്തിൽ വെച്ച് മുറജപം മുതലായ വേദജപങ്ങൾ ജപിക്കുക. ജപേന നിയമേന എന്താണോ പ്രതിഷ്ഠ കഴിഞ്ഞ് നിശ്ചയിച്ച് വെച്ചാൽ നിത്യനിദാനാദി കർമ്മങ്ങൾ വളരെ ഭംഗിയായി നടത്തിപ്പോരാ. വർഷത്തിൽ ഉത്സവം കഴിക്കുക, പിന്നെ അന്നദാനം. ഇത്രയും 5 സംഗതികൾ ചെയ്താൽ ആ ക്ഷേത്ര ചൈതന്യം ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് തന്ത്രസമുച്ചയത്തിൽ പറഞ്ഞത്. ഈ 5 സംഗതികളും വളരെ ഭംഗിയായി നടന്നു വരുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ച എല്ലാ ജനങ്ങളിലും അനുഭവപ്പെട്ടു വരികയാണ്. വളരെയധികം ഉത്തരോത്തരം ക്ഷേത്ര ചൈതന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവഴി എല്ലാ ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും നൽകിക്കൊണ്ട് പള്ളിയറയ്ക്കലമ്മ ഇവിടെ വിരാജിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ നടത്താനുള്ള നടപ്പുര നിർമ്മാണം, ധ്വജപ്രതിഷ്ഠ നിർമ്മാണത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളും പങ്കാളികളാവുക. ഇവിടുത്തെ പ്രധാന വഴിപാട് കഠിനപ്പായസം, പാൽപ്പായസം, അപ്പം തന്നെയാണ്. പിന്നെ ഭദ്രകാളിക്ക് ഗുരുതി വളരെ പ്രധാനമാണ്. പിന്നെ ഉത്സവകാലത്താണ് മറ്റുള്ള പ്രധാന വഴിപാടുകളൊക്കെ ഉണ്ടാവുക. സാധാരണയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കഠിനപ്പായസം ദുർഗാഭഗവതിക്ക്. പിന്നെ ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി, മുട്ടറക്കൽ എല്ലാം അവിടെ നടക്കുന്നുണ്ട്. അതുവഴി ഈ കൊല്ലത്തെ ഉത്സവത്തിന് എല്ലാവരും ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്ര അന്നദാനത്തിലും ക്ഷേത്ര ഉത്സവ പള്ളിവേട്ട എഴുന്നള്ളിപ്പിലും ആറാട്ടിലെല്ലാം പങ്കെടുത്ത് ഈ ഭഗവത് പ്രീതിക്ക് പാത്രീഭൂതരാവണമെന്ന് തന്ത്രി എന്ന നിലയിൽ എല്ലാ ഭക്തജനങ്ങളോടും അപേക്ഷിക്കുകയാണ്. തന്ത്രി സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേത്രത്തിലെ ഈ ഉത്സവാദി നവീകരണാദി കർമ്മങ്ങളും ആ കർമ്മത്തിലേക്കും എല്ലാ ഭക്തജനങ്ങളുടെയും
സഹായ സഹകരണങ്ങളും അഭിവൃദ്ധിയും അതുണ്ടാവാൻ വേണ്ടി കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ